അടുത്തത് ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം, കാല് ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പ്രവൃത്തി മേഖലയിൽ മന്ദത അനുഭവപ്പെടും. ദൂരദേശ യാത്രയും അലച്ചിലും വന്നു ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുകയും അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകുകയും അകൽച്ച ഉണ്ടാവുകയും ചെയ്യും. മുൻകോപം മൂലം പല അനർത്ഥങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. കുടുംബ സ്വസ്ഥത നശിക്കും. സന്താന വിരഹം, സന്താന ദുരിതം, സുഖകരമല്ലാത്ത ദാമ്പത്തിക ജീവിതം എന്നിവയ്ക്ക് നേരിടേണ്ടതായിട്ട് വരും. അയൽബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാകുകയും വഴക്കുകൾക്കൊക്കെ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളിലൊക്കെയും ഇടപെടണം. നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാകുമ്പോൾ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനായി പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. തടസ്സങ്ങൾ വരുമ്പോൾ ഗണപതി ഭഗവാൻ ഇഷ്ട വഴിപാടായ മോദക വഴിപാട് നടത്തുകയും ഗണപതിയുടെ നടയിൽ തലയ്ക്കുഴിഞ്ഞ് ഒരു തേങ്ങ അടിക്കുകയും ചെയ്താൽ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും ഒരു പരിധിവരെ മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.